പ്ലാനറ്റ് ഈറ്റർ ആയിട്ടുള്ള ഗലാക്ടസിനെ തൻ്റെ വെറും ഒരു ഗാർഡായിട്ട് വയ്ക്കുകയും ദ ഗോഡ് ഓഫ് തണ്ടർ ആയിട്ടുള്ള തോറിൻ്റെ ഒരു ഗ്രൂപ്പിനെ തോർ കോപ്സ് എന്നുള്ള പേരിൽ ജസ്റ്റ് ഭടന്മാരാക്കി വയ്ക്കുകയും താനോസിൻ്റെ നട്ടല് സെക്കൻഡ്സിനുള്ളിൽ വലിച്ചൂരിയെടുത്ത് താനോസിനെ കൊന്നു കളയും ചെയ്തിട്ടുള്ള വെറും ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഡോക്ടർ വോൺ ഡൂം അല്ലെങ്കിൽ ഡോക്ടർ ഡൂമിൻ്റെ മറ്റൊരു വേരിയൻ്റ് ആയിട്ടുള്ള ഗോഡ് എംബറർ ഡൂമിനെ പറ്റിയാണ്. 2015 ഇറങ്ങിയ ഒരു പോപ്പുലറായിട്ടുള്ള സീക്രട്ട് വാർസ് എന്ന് പറയുന്ന കോമിക്സിലാണ് ഇത് നടക്കുന്നത്. ഇൻവേർഷൻസ്, അതായത് ഒരു രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയും രണ്ട് യൂണിവേഴ്സും നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻവേർഷൻ. സോ ഇത് കാരണം മെയിനായിട്ടുള്ള എർത്ത് 616 നശിക്കാൻ പോകും. സോ നമ്മുടെ ഡോക്ടർ ഡൂം ഇതിൻ്റെ പിന്നിൽ ബയോണ്ടേഴ്സ് ആണെന്ന് കണ്ടുപിടിക്കും. ബയോണ്ടേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ബയോണ്ടേഴ്സ് തന്നെയാണ് ഈ മൾട്ടിവേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണിത്. ഈ ബയോണ്ടേഴ്സ് ആരാന്ന് വെച്ചാൽ, ബയോണ്ടേഴ്സ് എന്ന് പറയുന്നത് ഓരോ കോസ്മിക് എൻറ്റിറ്റീസാണ്. ബയോണ്ടർ എന്ന് പറയുന്നത് ഒറ്റ ആളല്ല, കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. സോ ഇവരെല്ലാം ഓരോരോ ബയോണ്ടറാണ്. ഇവരെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള കോസ്മിക് എൻറ്റിറ്റീസാണ്. ഈ ബയോണ്ടേഴ്സ് എല്ലാ യൂണിവേഴ്സിലും ഇതിന് വേണ്ടിയിട്ട് ഓരോരോ മോളിക്കുലാർ മാനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ മാസ്റ്റർ മൈൻഡായിട്ടുള്ള ഡോക്ടർ ഡൂം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ എർത്ത് 616 മോളിക്കുലാർ മാനുമായിട്ട് ചേർന്നിട്ട് ഓരോ യൂണിവേഴ്സിലും പോയിട്ട് ഈ ബയോണ്ടേഴ്സിൻ്റെ ബോംബായിട്ടുള്ള മോളിക്കുലാർ മാൻസിനെ ഓരോന്നോരോന്നായിട്ട് കൊന്നെടുക്കും. നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുൾ ഹീറോസ് വില്ലൻസ് എല്ലാവരും ശ്രമിച്ചിട്ടും ഈ ഇൻകേർഷൻ എന്ന് പറയുന്ന സാധനം തടയാൻ പറ്റിയിട്ടില്ല. സോ അതാണ് ഈ ഡോക്ടർ ഡൂം തൻ്റെ മൈൻഡ് ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാ മോളിക്കുലാർ മാൻസിനെയും കൊന്നു കഴിഞ്ഞ് ഈ ഒരൊറ്റ എർത്ത് 616 മോളിക്കുലാർ മാനിലേക്ക് ഈ ഹോൾ മോളിക്കുലാർ മാൻസിൻ്റെ പവർ കിട്ടും. ഫൈനലി ബയോണ്ടേഴ്സ് ഡയറക്റ്റ് എൻ്റർ ആവുകയും ഡോക്ടർ സ്ട്രേഞ്ചും ഡോക്ടർ ഡൂമും അതേപോലെ ഈ പവർഫുള്ളായിട്ടുള്ള മോളിക്കുലാർ മാനും ചേർന്നിട്ട് ഈ ബയോണ്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്യും. അത് നമ്മുടെ ഡോക്ടർ ഡൂം ഇത്തരം പവർഫുള്ളായിട്ടുള്ള മോളിക്കുലാർ മാൻ്റെ ഒരു എക്സ്പ്ലോഷൻ ഉപയോഗിച്ച് ഡോക്ടർ ഡൂമാണ് ആക്ച്വലി ബയോണ്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഓർക്കണം, ഇത് പ്രീ റെഡ്കോൺ ബയോണ്ടറൊന്നും അല്ല. പ്രീ റെഡ്കോൺ ബയോണ്ടർ എന്ന് പറയുന്നത് ബയോണ്ടേഴ്സിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ബയോണ്ടറാണ്. പുള്ളിക്കാരനൊന്നും ഇവിടെ എൻ്റർ ആവുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ സ്റ്റോറി വേറെ രീതിയിൽ പോയേനെ. സോ ഈ ബയോണ്ടേഴ്സിനെ കൊന്നതോടെ റിയാലിറ്റി റാപ്പിംഗ് പോലെ വളരെ പവർഫുള്ളായിട്ടുള്ള പവേഴ്സ് പുറത്തേക്ക് വരികയും ഈ ഡൂം അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഒരിക്കലും ഡൂമിന് അത് ഡയറക്റ്റ് അബ്സോർബ് ചെയ്ത് തന്നിലേക്ക് വരുത്താൻ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡൂം ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകും. മോളിക്കുലാർ മാൻ്റെ പല രീതിയിലുള്ള ഹെൽപ്പുകൾ വഴിയാണ് ഡോക്ടർ ഡൂം ആ പവേഴ്സ് എല്ലാം എടുക്കുന്നത്. നശിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറേയൊക്കെ നശിച്ചു പോയ ബാക്കി വന്ന മൾട്ടിവേഴ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഈ ഡോക്ടർ ഡൂം തൻ്റേതായൊരു വേൾഡ്, അതായത് ബാറ്റിൽ വേൾഡ് എന്ന പേരിൽ ഒരു വേൾഡ് ഉണ്ടാകും. അതായത് ഭൂമിയിൽ ഓരോ രാജ്യങ്ങളും ഇരിക്കുന്ന പോലെ പല പല യൂണിവേഴ്സ് അവരൊറ്റ വേൾഡിൽ വന്നിരിക്കും. ഇത്രയും ബയോണ്ടേഴ്സിൻ്റെ പവർ ഹോൾഡ് ചെയ്യുന്ന ഡൂമിനെ എതിർക്കാൻ അവിടെ ആരും കാണത്തില്ല. ഡൂം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്വയം അവിടെ രാജാവുകയും ദ പ്ലാനറ്റ് ഈറ്റർ, അതായത് ഇത്രയും വലിയ കൊടൂരനായ വില്ലനായ ഗലാക്ടസിനെ തൻ്റെ ഗാർഡിയനായിട്ട് വയ്ക്കുകയും തോറിൻ്റെ പല പല വേരിയൻറ്റുകളായ തോറിൻ്റെ ആർമി സൃഷ്ടിച്ച് തോർ കോപ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോലീസുകാരെ പോലെ ഇതാക്കുകയും ചെയ്യും തോറിൻ്റെ ഒരു ആർമിയെ തന്നെ. അതുപോലെ തന്നെ താനോസ് നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഒപ്പോസ് ചെയ്യുകയും സെക്കൻഡ്സിനുള്ളിൽ താനോസിൻ്റെ സ്പൈൻ നട്ടല് ബോഡിയിൽ നിന്നും വലിച്ചൂരിയെടുത്താണ് താനോസിനെ, അത് ഹമ്പിൾ ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്താണ് താനോസിനെ അവിടെ ഡൂം കൊല്ലുന്നത്. അതുപോലെ തന്നെ ഈ കോമിക്സിൽ ബ്ലാക്ക് പാന്തർ ഫുൾ ഇൻഫിനിറ്റി സ്റ്റോൺസ് അടങ്ങിയ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുമെങ്കിലും ഈസി ആയിട്ട് ഡൂം ബ്ലാക്ക് പാന്തറിനെ ഡിഫീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെ തൻ്റെ ഒരു വലം കൈയായിട്ടായിരിക്കും നമ്മുടെ ഡൂം വെച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ചിനെയും ജസ്റ്റ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഡൂം കൊല്ലും. അത് ഡൂമിനെ ചതിച്ചു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊല്ലുന്നത്. മാർവലിലെ തന്നെ ഒരു മൾട്ടിവേഴ്സൽ ലെവൽ പവർഫുൾ എൻറ്റിറ്റി ആയിട്ടുള്ള ഹൈ മൾട്ടിവേഴ്സൽ ലെവൽ പവർഫുൾ എൻറ്റിറ്റി ആയിട്ടുള്ള ഫീനിക്സ് ഫോഴ്സിനെയും ഡൂം ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള സോംബീസിനെയും അൾട്രോൺ റോബോട്ട്സിനെയും വെച്ച് ദ ഷീൽഡ് എന്ന് പറയുന്ന ഒരു വാളും പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് പുള്ളിയുടെ കുറച്ച് പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, റിയാലിറ്റി മാനിപ്പുലേഷൻ, അതായത് പുള്ളിക്ക്
ഈ റിയാലിറ്റിയിലുള്ള എന്തിനേയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മൈൻഡിൽ എന്തെങ്കിലും വിചാരിച്ച് ഒരാളെ കൊല്ലണമെന്ന് മൈൻഡ് വിചാരിച്ചാൽ അയാളെ കൊല്ലാൻ പറ്റും. അതുപോലെ തന്നെ മാറ്റർ ആൻഡ് എനർജി കൺട്രോൾ, അതായത് മോളിക്കുലാർ മാനയൊക്കെ പോലെ ഏത് മാറ്ററിനെയും പുള്ളിക്ക് കൺട്രോൾ ചെയ്ത് എന്ത് വേണമെങ്കിലും ആകാം. മിക്ക ഹീറോസിനുള്ള പോലെ തന്നെ ടെലിപ്പോർട്ടേഷൻ, ടെലിപ്പതി പോലത്തെ, അതായത് ഈ വാണ്ടയ്ക്കൊക്കെ ഉള്ള പോലത്തെ. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ ചെയ്യുക, ടെലിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അതൊക്കെ ചെറിയ ഹീറോസിനുള്ള പവേഴ്സാണ്. അതുപോലുള്ള എല്ലാ പവേഴ്സും പുള്ളിക്കുണ്ട്. ഇമ്മോർട്ടാലിറ്റി ആൻഡ് ഇൻവെർണബിലിറ്റി, പുള്ളി സിംപിളി പറഞ്ഞാൽ ഒരു ദൈവമാണ്, പുള്ളിയെ കൊല്ലാൻ ഒക്കത്തില്ല. ആൻഡ് ഫൈനലി മാജിക് ആൻഡ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ഡൂമിനും ഈ ഡൂമിനും ഒരേപോലെ തന്നെയാണ്. ബേസിക്കലി പറഞ്ഞാൽ ഈ പ്രീ റെഡ്കോൺ ബയണ്ടേഴ്സിനെയൊക്കെ കുറിച്ച് പറയുന്ന പോലെ ഒംനിപൊട്ടൻസ്, അതായത് സർവ്വശക്തൻ, അത്ര പുള്ളിയെ കുറിച്ച് പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ഈ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് മൊത്തം പോവുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. സോ വരാണ്ടിരിക്കുന്ന ഡൂം സ്റ്റേയിൽ ഈ ഗോഡ് എംപയർ ഡൂം വരുമെന്നാണ് കുറേ പേര് വിശ്വസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആ മൂവി ജസ്റ്റ് പീക്കിലേക്ക് തന്നെ പോകും. അല്ല നോർമൽ ഡോക്ടർ ഡൂം ആണെങ്കിൽ പോലും ആ മൂവിക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടുമെന്നാണ്. എന്നാൽ ഈ ഡൂമാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്നും പറയല്ല അതിനെക്കുറിച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.